സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. സോ ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ റിവ്യൂ ചെയ്ത് എങ്ങനെ ഏൺ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇതിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിൽ നിങ്ങൾക്ക് 300 റുപ്പീസ് റിവാർഡ് കിട്ടും ഈ വെബ്സൈറ്റിൽ നിന്ന്. ഈ വെബ്സൈറ്റിൽ നിന്ന് 300 റുപ്പീസ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 150 രൂപ നിങ്ങൾ റിവ്യൂ ചെയ്യുന്നതിന്, അതായത് ടൈപ്പ് ചെയ്യുന്നതിനും 150 രൂപ നിങ്ങൾ ആ റിവ്യൂവിൽ ഫോട്ടോ ഇടുന്നതിനുമാണ്. ഇതെന്തിനാണ് അവർ പൈസ തരുന്നതെന്ന് ചോദിച്ചാൽ, റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, അവർക്ക് എന്താ ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ റിവ്യൂ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സ്, ഹോട്ടൽസ്, റിയൽ എസ്റ്റേറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിരിക്കും. സോ ഇങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മളിങ്ങനത്തെ റിവ്യൂസ് ചെയ്യുമ്പോൾ എന്താ ഗുണം എന്ന് വെച്ചാൽ, അവർക്ക് വേറൊരു കസ്റ്റമർ അല്ലെങ്കിൽ ഫോറിനേഴ്സോ വന്ന് ഗൂഗിളിൽ ചെക്ക് ചെയ്യുമ്പോൾ റിവ്യൂ കൂടി കിടക്കുന്ന കാരണം അവരുടെ മാർക്കറ്റിംഗ് കൂടും. അതുകൊണ്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ 300 ക്യാരക്ടേഴ്സ് എന്തായാലും ഉണ്ടാവണം. അതിൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവണം. ഒരു ജെന്യുവിനായിട്ടുള്ള റിവ്യൂ പോലെ ആയിരിക്കണം. അത് നമുക്ക് ഗൂഗിളിൽ നോക്കി കോപ്പി അടിച്ച് എടുക്കാവുന്ന കേസുള്ളൂ. പിന്നെ രണ്ടെന്ന് പറയുന്നത്, റിവ്യൂ എപ്പോഴും നമ്മൾ ഇതിൽ കുറച്ച് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. NNP, ബാംഗ്ലൂർ, മഹാരാഷ്ട്ര, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അത് നിങ്ങൾ ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും ആദ്യം വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരിക്കും. അതിൽ ഏതൊക്കെ സ്ഥലങ്ങളാണോ ആ സ്ഥലങ്ങൾ മാത്രം സെർച്ച് ചെയ്യുക. അതിന് ശേഷം ക്ലോസ് ചെയ്യുക. സോ അതിന് ശേഷം ഇങ്ങനെയായിരിക്കും വരുന്ന റിവ്യൂ റൈറ്റിംഗ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളൊരു സ്ഥലം അടിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് അടിക്കുകയാണ്. ബാംഗ്ലൂർ അടിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ താഴെ കുറേ ഓപ്ഷൻസ് വരും. ഈ ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒരെണ്ണം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഇത് വരും. ഇപ്പോൾ ഈ സ്ഥലം കൊടുത്തേക്കണം എന്ന് പറഞ്ഞാൽ, ആ ഏരിയയിൽ അങ്ങനത്തെ ഒരു റിവ്യൂ കൊടുക്കാനൊരു ഏരിയ ഇല്ല എന്നാണ്. സോ നിങ്ങളപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, വേറെ സ്ഥലം കൊടുത്ത് നോക്കുക. വേറെ സ്ഥലം കൊടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ വരും. ഇപ്പോൾ ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. സോ ഇപ്പോൾ വന്നിരിക്കുന്നതിൻ്റെ താഴെ കണ്ടില്ലേ, താഴെ ഇങ്ങനെ ഒരു സ്ഥലം വരും. ഏതാണോ സ്ഥലം ആ സ്ഥലത്തിന് ഇപ്പോൾ റിവ്യൂ ചെയ്യണം എന്നാണ് അതിൻ്റെ അർത്ഥം. സോ നമ്മൾ അത് നോക്കുക. അത് കഴിഞ്ഞിട്ട് ആ സ്ഥലത്തിന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മളവിടെ എന്തായിരുന്നു എന്ന് ചോദിക്കും. അവിടെ കറക്റ്റ് ഡീറ്റെയിൽ അടിച്ചു കൊടുത്തില്ലെങ്കിൽ, ഇപ്പോൾ ഞാൻ പ്രൊസീഡ് റിവ്യൂ എന്ന് അടിച്ച് കൊടുത്താൽ എന്തായാലും അവർ പറയും അതിൽ ഓപ്ഷൻ അടിക്കാൻ പറയണം. നമ്മൾ എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ഓപ്ഷൻ അടിക്കാൻ പറയണം. കാരണം പ്രൊസീഡ് റിവ്യൂ ചെയ്യണതിന് മുമ്പ് അങ്ങനെയാണ്. ഇപ്പോൾ കണ്ടില്ല ഒരു ചുമന്ന ഇത് വന്നത്. സോ അവിടെ ഞാനവിടെ ഓണറല്ല, അവിടെ താമസിച്ച ഒരാളാണെന്ന് പറയുന്നത്. അപ്പോൾ താഴേക്ക് വരുമ്പോൾ എത്ര വർഷമാണ് അവിടെ താമസിച്ചതെന്നുള്ളവർ ചോദിക്കും. ഞാൻ 2 വർഷം ഇട്ടിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ റേറ്റിംഗ് കൊടുക്കുക. ഇത് ഒന്നെങ്കിൽ 4 അല്ലെങ്കിൽ 5 സ്റ്റാർ കൊടുത്ത് നമ്മൾ റെഡിയാക്കി ഇടുക. ഇതൊരു ജെന്യുവിനായിട്ടുള്ള രീതിയിൽ അവർക്ക് തോന്നണം. അങ്ങനത്തെ രീതി കൊടുക്കണം. ഞാനിവിടെ കമ്മ്യൂണിക്കേഷൻസ് കാര്യങ്ങൾ, പിന്നെ അവിടുത്തെ ഈ ലൊക്കാലിറ്റി, അങ്ങനത്തെയൊക്കെ സ്റ്റാറുകൾ കൊടുക്കണതാണ്. അത് നിങ്ങൾ നോക്കി നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇടുക, 4ഉം 5ഉം. അതിന് ശേഷമുള്ള ഇതാണ് ഇവിടെ നമ്മൾ കണ്ടില്ലേ, 3 ക്വസ്റ്റ്യൻസ് പോലെ ചോദിച്ചിട്ടുണ്ട് റിവ്യൂ. ആ 3 കാര്യത്തിന് അവർ താഴെ അതിനുള്ള ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഈ ഓപ്ഷൻസിൽ എല്ലാം കൂടി കഴിഞ്ഞ് നമ്മളൊരു 300 ക്യാരക്ടേഴ്സിൽ ഇടുമ്പോൾ 150 രൂപ നമുക്ക് കിട്ടും. പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ താഴേക്ക് പോകുമ്പോൾ ഒരു ഫോട്ടോ ഇടാനുള്ള ഇതുണ്ട്. അവിടെയും ഫോട്ടോ ഇടാം. ഇതിന് ഞാനൊരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ മേളിലായിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് എഴുതിയിട്ടുണ്ടാവും. അതായത് ഏറ്റവും ടോപ്പിലായിട്ട്, ഇതിന് ക്ലിയർ ആണോ എന്ന് എനിക്കറിയില്ല, ഏറ്റവും ടോപ്പിലായിട്ട് അതിനൊരു ഇത് വന്നിട്ടുണ്ടാവും. സോ അത് നോക്കുക. കഴിഞ്ഞിട്ട് നമ്മൾ ഏതാണോ ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം അത് കോപ്പി ചെയ്തിട്ട് ആ സ്ഥലത്തിൻ്റെ റിവ്യൂ നോക്കുക. അതായത് ഗൂഗിൾ റിവ്യൂ നോക്കിയാൽ മതി. ഗൂഗിളിൽ എടുത്തിട്ട് ഗൂഗിൾ റിവ്യൂ ആ സ്ഥലത്തിനെ കുറിച്ച് കൊടുക്കുക. ഞാനൊരു എക്സാമ്പിൾ ഇപ്പോൾ കാണിച്ചു തരാം ഗൂഗിൾ റിവ്യൂവിനെ കുറിച്ചുള്ള സാധനം. സോ ഇത് കണ്ടില്ലേ, ഇപ്പം ഞാൻ ആ സ്ഥലത്തിനെ കുറിച്ച് കറക്റ്റായിട്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോരോ ഓപ്ഷൻസ് വരും. ഇപ്പോൾ ഐശ്വര്യ ഗ്രാൻഡ് ഹിൽസ് എന്ന് പറഞ്ഞാണ് എൻ്റെ കയ്യിൽ വന്നത്. സോ ഇതൊരു വെബ്സൈറ്റാണ്. ഇതിൽ ഗൂഗിൾ റിവ്യൂ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്യുമ്പോൾ ഗൂഗിൾ റിവ്യൂ നോക്കാൻ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളാണെങ്കിൽ ഗൂഗിൾ റിവ്യൂ നോക്കിയത്, അല്ലെങ്കിൽ ഗൂഗിൾ മാപ്പിൽ ചെല്ലുക. ഗൂഗിൾ മാപ്പിൽ ചെന്നിട്ട് ഈ സ്ഥലത്തിനെ കുറിച്ച് അടിച്ച് നോക്കുവാണെങ്കിൽ അതിൽ കറക്റ്റായിട്ട് ഗൂഗിൾ റിവ്യൂ കാണും. അത് അതുപോലെ തന്നെ കോപ്പി ചെയ്ത്, പിന്നെ ഇപ്പോഴേ പറഞ്ഞേക്കാണ് കോപ്പി പേസ്റ്റ് അല്ലെങ്കിൽ കോപ്പി അതുപോലെ തന്നെ നിങ്ങൾ അടിച്ചിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ക്യാഷ് കിട്ടൂല. അതുള്ള കാര്യമാണ്. കാരണം അവരെന്തായാലും റിവ്യൂ എടുത്ത് നോക്കും. സോ അതിന് പകരം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ ഫോർമാറ്റ് നിങ്ങൾ കോപ്പി ചെയ്യുക. അതായത് ഇപ്പോൾ നല്ലൊരു ഇതാണെന്നുള്ളതിൻ്റെ ഫോർമാറ്റ് കോപ്പി ചെയ്തിട്ട് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്സ് കുറച്ച് മാറ്റിയിടുക. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കുഴപ്പമില്ല. കാരണം നമ്മൾ ആ ഫോർമാറ്റാണ് കോപ്പി ചെയ്തേക്കണം. അല്ലാണ്ട് അവർ ടൈപ്പ് ചെയ്തേക്കണം അതുപോലെ തന്നെ അല്ലല്ലോ നമ്മൾ ടൈപ്പ് ചെയ്തേക്കണം. ഇതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ആ സ്ഥലം എന്താണ്, ആ സ്ഥലത്തിനെക്കുറിച്ച് എന്താണ്, ആ പ്രോപ്പർട്ടി എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് ChatGPT പോയിട്ട് ഇന്ന സാധനത്തിനെ കുറിച്ചുള്ളൊരു ഗുഡ് റിവ്യൂ, 4 സ്റ്റാർ റിവ്യൂ അല്ലെങ്കിൽ 5 സ്റ്റാർ റിവ്യൂ എന്ന് അടിച്ചു കൊടുത്താൽ ChatGPT നല്ലൊരു ഇതായിട്ട് വരും. അതിന് ശേഷം നമ്മളത് നമ്മുടെ ഒരു ഇതിൽ ഫോർമാറ്റിൽ ചെയ്യുക. അത്രേ ഉള്ളൂ കാര്യങ്ങൾ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക, പോരാതെ തന്നെ ഒരു സബ്സ്ക്രൈബും ചെയ്തേരെ. ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇന്ന് തുടരെ വരികയായിരിക്കും. ഓക്കെ.